മകൾ ഒരുപാട് കണ്ണീർ മഴയായി നിലാവിൽ നിൻ രൂപം മായും നിതാ ദൂരെ എൻ ഹൃദയം ഇന്നും നിനക്കായി മകൾ ഒരുപാട് കണ്ണീർ മഴയായി. ഹലോ, സന്ദീപേട്ട എവിടെയാ? ഞാൻ ഗസ്റ്റ് ഹൗസിലാ ഉള്ളത്. എന്താ കിഷൻ ഈ രാത്രിയിൽ വിളിച്ചേ? സന്ദീപേട്ട, എനിക്ക് സന്ദീപേട്ടനൊന്ന് നേരി കാണണം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ കിഷൻ, എന്താ പ്രശ്നം? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സന്ദീപേട്ട, ചില ഗൗരവമുള്ള വിഷയങ്ങളാണ്. അത് ഫോണിൽ കൂടി ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ചേട്ടൻ നാളെ ഗസ്റ്റ് ഹൗസിലുണ്ടാവുമല്ലോ? ഞാൻ നേരിട്ട് അങ്ങോട്ട് വരാം, നമുക്കൊന്ന് കാണണം. അല്ല കിഷ, എന്താ പ്രശ്നം എന്നൊരു ഹിന്റെങ്കിലും പറഞ്ഞൂടെ? സന്ദീപേട്ട, അത് 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 ഞാൻ പറയാം. പക്ഷെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് സന്ദീപേട്ടനോടൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നാളെ നേരി കാണാം. എനിക്ക് സന്ദീപേട്ടൻ്റെ ഒരു ഹെൽപ്പ് വേണം. ഞാൻ നാളെ വിളിച്ചിട്ട് നേരിൽ വരാം. ഓക്കെ? ഓക്കെ. എന്താവും കിഷൻ എന്നോട് പറയാനുള്ളത്? ഇനി ദേവൂട്ടിയുടെ എന്തെങ്കിലും കാര്യമാണോ? കിഷന്റെ ദേവൂട്ടി സ്വന്തം ചേച്ചിയെ പോലെയാണ്. അവൻ ഇത്രമാത്രം തിടുക്കപ്പെട്ട് എന്നെ വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവന് പറയാനുള്ളത് ദേവൂട്ടിയുടെ കാര്യം തന്നെയായിരിക്കും. അരുത്, ഞാനിനി ഇങ്ങനെ ചെയ്യരുത്. ദേവൂട്ടി ഇപ്പോൾ മറ്റൊരാളുടെ സ്വന്തമാവാൻ പോവാ. പിന്നെ എന്തിനാ ഞാൻ അവളെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നത്? അത് പാടില്ല. ദേവൂട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. മൂകാംബിക അമ്മയുടെ തീരുമാനവും അവൾ മറ്റൊരാളുടേതാവണമെന്നാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ദേവൂട്ടിയെ ആഗ്രഹിക്കാനോ സ്വന്തമാക്കാനോ ഞാൻ ശ്രമിക്കേണ്ടതില്ല.